CPM നേതൃത്വത്തെ വിമർശിച്ച് KTDC ചെയർമാൻ PK ശശിയുടെ പുതുവത്സര ആശംസകൾ. ഫേസ്ബുക്കിലാണ് ആശംസകൾ. പലർക്കും 2024 സുന്ദരകാലമായിരുന്നു. അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചെയ്യുന്നു. ശിവദാസ്, PK ശശിക്കെതിരെ പാർട്ടി അടുത്ത കാലത്താണ് നടപടികൾ സ്വീകരിച്ചത്. അദ്ദേഹത്തെ തരം താഴ്ത്തിയിരുന്നു. അദ്ദേഹത്തെ CITUവിൻ്റെ ജില്ലാ ഭാരവാഹിത്വത്തിൽ നിന്നും അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ മാറ്റി. അതുകൂടാതെ അദ്ദേഹത്തിനെതിരെ പാർട്ടി അച്ചടക്ക നടപടികൾ എല്ലാം സ്വീകരിച്ചു. പക്ഷേ KTDC ചെയർമാൻ സ്ഥാനം മാത്രം ഇപ്പോൾ നിലനിർത്തിയിട്ടുമുണ്ട്. പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് PK ശശി ഇതിൻ്റെ എല്ലാവിധ അമർശങ്ങളും അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. കാരണം 2024 പലർക്കും സുന്ദരകാലമായിരുന്നു, അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തം എന്ന് മുനവച്ച വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ശിവദാസ്, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദെ, പാർട്ടിക്കെതിരെ ഒരു വിമർശനം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതുവർഷ ആശംസകൾ എന്ന് തുടങ്ങുന്ന രീതിയിലാണ് അദ്ദേഹം തന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. 2025 എന്ന് ആദ്യം എഴുതി, അതിന് തൊട്ട് താഴെ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു വർഷമാകട്ടെ ഈ 2025 എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത്. 2024 അത്ര നല്ല കാലമായിരുന്നില്ല, പ്രതിസന്ധിയുടെ ഒരു വർഷമായിരുന്നു. അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിച്ചവർക്കും അതോടൊപ്പം തന്നെ ഏതവന്റെയും പെട്ടി ചുമക്കാൻ കഴിയുന്നവർക്കും നല്ല സമയമായിരുന്നു 2024. എന്നാൽ ഇനി വരുന്ന വർഷം അവരെ കാത്തിരിക്കുന്നത് അങ്ങനെ ആകില്ല, മഹാദുരന്തമായിരിക്കും അങ്ങനെയുള്ള ആളുകളെ കാത്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇത് കൃത്യമായ ഒരു മുന വച്ചുള്ള വാക്കുകൾ തന്നെയാണ്. കൃത്യമായി ചില ആളുകളെ കൃത്യമായി പാർട്ടി നേതൃത്വത്തിലുള്ള ചിലരെ തന്നെ വിമർശിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള ഒരു ഒളിയമ്പ് കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അത് വളരെ വ്യക്തമാണ്. മദ്യപിച്ചും കഞ്ചാവ് ഉപയോഗിച്ചും മദ്യത്തിനെതിരെയും അതോടൊപ്പം തന്നെ കഞ്ചാവിനെതിരെയും ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ നല്ല കാലം കഴിഞ്ഞു. ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമാണ് CPM. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ വെള്ള പുതപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇനി ഉള്ള കാലം നല്ല കാലമാവില്ല എന്ന് അദ്ദേഹം ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആത്മാഭിമാനം പണയപ്പെടുത്തരുത്, ഇനിയും പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. വരും കാലം ഒറ്റുകാരുടേത് ആവില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം എല്ലാവർക്കും ഹൃദ്യമായ ഒരു പുതുവത്സര ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതായത് നമുക്കറിയാം, അദ്ദേഹത്തിനെതിരെ കൃത്യമായ നടപടികളെല്ലാം പാർട്ടി അവസാന കാലത്ത് സ്വീകരിച്ചിരുന്നു. പാർട്ടി അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ തരം താഴ്ത്തൽ അടക്കം ഉള്ള നടപടികൾ PK ശശിക്കെതിരെ സ്വീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം കുറിപ്പായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ചിലർക്ക് ഉള്ള ഒരു മറുപടി എന്ന തരത്തിലാണ് അദ്ദേഹം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിപ്പ് ആയി ഇട്ടിരിക്കുന്നത്. ഷൊർണൂരിലെ MLA ആയിരുന്നു PK ശശി. അതിനുശേഷം CITUവിന്റെ നേതാവായിരുന്നു. പക്ഷേ ഈ സ്ഥാനത്ത് നിന്ന് CITU ഭാരവാഹിത്വത്തിൽ നിന്ന് അടക്കം അദ്ദേഹത്തെ പാർട്ടി മാറ്റി നിർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ അംഗം എല്ലാം ആയിരുന്നു. അതിൽ നിന്നെല്ലാം തന്നെ അദ്ദേഹത്തെ തരം താഴ്ത്തി KTDC, നിലവിൽ അദ്ദേഹം KTDC ചെയർമാനാണ്. പക്ഷേ ഈ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ തന്നെ തരം താഴ്ത്തിയവർക്ക് ഒക്കെ ഉള്ള ഒരു മറുപടി എന്ന രീതിയിൽ വളരെ വ്യക്തമാണ്. CPM നേതാവായിട്ടുള്ള PK ശശിയാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ ഒളിയമ്പ് ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നത്. അതായത് 2024 പലർക്കും സുന്ദരകാലമായിരുന്നു, എന്നാൽ 2025 അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തം എന്നുള്ള നിലയിലാണ് PK ശശി KTDC ചെയർമാൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.